നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം സർ, ഇസ്രായേൽ ഗാസ ആ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഒരു ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിൽ 20 ദിന പദ്ധതികളുമായിട്ടൊക്കെ ട്രംപ് വന്നു. അത് ഇസ്രായേൽ നെതന്യാഹു അത് അംഗീകരിച്ചു. പക്ഷേ ഹമാസ് അതിൻ്റെ അംഗീകരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി. എന്നാൽ അംഗീകരിച്ചില്ലേ എന്ന ചോദ്യത്തിന് അംഗീകരിച്ചു എന്ന് പറയേണ്ടി വരും. ഏതായാലും ബന്ദികളെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ നിരായുധീകരണം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് മൗനമാണ് ഹമാസ് ഇപ്പോഴും. ഇനിയിപ്പോൾ ട്രംപ്, ഹമാസ്, ഇസ്രായേൽ ആ ഒരു 3 അംഗ ചർച്ചകൾ, വളരെ നീണ്ട ഒരു ചർച്ച തന്നെ ഇനി നടക്കാനിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ പകൽ സമയമാണ്, നാളെ പ്രഭാതം മുതൽ അല്ലെങ്കിൽ നാളെ പകൽ സമയം മുതൽ അവിടെ ചർച്ചകൾ നടക്കുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഗാസയുടെ വിടുതൽ, അല്ലെങ്കിൽ അവിടുത്തെ കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ, ജനജീവിതത്തെ പറ്റി ഓർക്കുമ്പോൾ എത്രയും വേഗം ഈ യുദ്ധമൊന്ന് അവസാനിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ ചർച്ച വിജയിക്കുമോ എന്നുള്ളതാണ്. ഇനി വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമായ ഒരു സമയം തന്നെയാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്ന സമയപരിധി അവസാനിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സമയം ഞായറാഴ്ച വൈകുന്നേരം 5 മണി, അതായത് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച അതിരാവിലെ. ആ സമയത്തിനുള്ളിൽ തന്നെ ഒരു തീരുമാനമെടുക്കണം. എന്തായാലും അത് തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ തീരുമാനത്തിലേക്കുള്ള ഒരു വഴി എന്ന നിലയിൽ ദിസ് ഈസ് എ റോഡ് മാപ്പ് ടു പീസ്. ആ അർത്ഥത്തിൽ കെയ്റോയിൽ വെച്ച് സമാധാന ചർച്ചകൾ നടക്കുകയാണ്. കെയ്റോ ഈജിപ്ഷ്യൻ തലസ്ഥാനമാണ്, അറബി ലീഗിൻ്റെ ആസ്ഥാനമാണ്. മധ്യസ്ഥ ചർച്ചകൾ ഇപ്പോൾ കെയ്റോയിൽ വെച്ചാണ് നടക്കുന്നത്. ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ. അമേരിക്കയുടെ ഒരു ടീം തന്നെ അവിടെയുണ്ട്. അമേരിക്കയുടെ പശ്ചിമേഷ്യ പ്രതിനിധി, അതായത് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഏറ്റവും വിശ്വസ്തനായി കരുതുന്ന പശ്ചിമേഷ്യ പ്രതിനിധി, പശ്ചിമേഷ്യ മാത്രമല്ല, അദ്ദേഹം റഷ്യയിലേക്കും, റഷ്യ ഉക്രൈൻ വിഷയം പരിഹരിക്കാനും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുമായി നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരാനുമൊക്കെ സാധാരണ ട്രംപ് വിടുന്നയാളാണ് സ്റ്റീവ് വിറ്റ്കോഫ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കെയ്റോയിലുണ്ട്. അതുപോലെ തൻ്റെ മരുമകൻ ജാറെഡ് കുഷ്നർ, അദ്ദേഹം വളരെ വേണ്ടപ്പെട്ട അമേരിക്കൻ തിങ്ക് ടാങ്കിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ട്രംപിൻ്റെ കോർ ക്രാക്ക് ടീമിൻ്റെ ഭാഗമാണ് ജാറെഡ് കുഷ്നർ ഉൾപ്പെടെ. അപ്പോൾ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരാൾ നേരിട്ടത് മോണിറ്റർ ചെയ്യണം എന്ന ഒരു ചിന്ത ട്രംപിനുള്ളതുപോലെ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ലിവിങ് നോ സ്റ്റോൺ അൺടേൺഡ്, അങ്ങനെയാണ് ട്രംപ് അതിനെ കാണുന്നത്. അതോടൊപ്പം ഈജിപ്തിൻ്റെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഹമാസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗാസയുടെ ഒരു ശബ്ദമായി, ഹമാസിൻ്റെ ശബ്ദമായി പ്രവർത്തിച്ചിരുന്നത് ഖത്തർ ആസ്ഥാനമാക്കിയുള്ള ഹമാസിൻ്റെ ചില നേതാക്കളാണ്. അവരാണ് അടുത്ത കാലത്തെല്ലാം മാധ്യമങ്ങളിൽ പ്രസ്താവനയുമായി നിന്നത്, ശബ്ദം മാത്രവും ശബ്ദവും മുഖവുമായി നിന്നത്. ഇപ്പം ഖലീൽ അൽ ഹയ്യ, അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെ ഇസ്രയേലി ആക്രമണത്തിൽ, ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പം ഖലീൽ അൽ ഹയ്യയാണ് മുഖ്യമായി ഹമാസിന് വേണ്ടി സംസാരിക്കേണ്ടയാൾ. അദ്ദേഹത്തിനോടൊപ്പം ഒരു ടീം തന്നെയുണ്ട്. ഇസ്രയേൽ വളരെ ശ്രദ്ധാപൂർവമാണ് ടീമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ തീവ്രവാദികളും മിതവാദികളും എല്ലാം ഉണ്ട് അതിനകത്ത്. അതേപോലെ IDF-ൻ്റെ പ്രതിനിധികൾ, ഇസ്രയേലി സീക്രട്ട് സർവീസ്, മൊസാദിൻ്റെ പ്രതിനിധികൾ എല്ലാമുണ്ട്. നേരിട്ട് ചർച്ചയിലേക്ക് വരുന്നില്ല എന്നതാണ് ആദ്യ റൗണ്ടിൻ്റെ പ്രത്യേകത. ഏതാണ്ട് 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ തീരുമാനമാകേണ്ടത് ഈ സമയക്രമത്തെക്കുറിച്ചാണ്. എത്ര ബന്ദികളെ എപ്പോഴെല്ലാം വിടണം എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഹമാസ് ഇവിടെ ഒരു ടാക്റ്റിക്കൽ വിക്ടറി, ഒരു ഡിലേയിങ് ടാക്ടിക്സിൻ്റെ ഒരു വിജയം ഹമാസ് കണ്ടു. കാരണം പൂർണ്ണമായി ബന്ദികളെ ഈ പറയുന്ന സമയത്തിനുള്ളിൽ വിട്ടുകൊടുക്കണം എന്നത് ഹമാസ് പാലിച്ചിട്ടില്ല. പക്ഷെ പാലിക്കാതെ തന്നെ തത്വത്തിൽ ബന്ദികളെ കൈമാറ്റം ചെയ്യാം എന്ന് സമ്മതിച്ചിരിക്കുന്നു. അത് എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എത്ര പേര് വീതമാണ്, അതിന് പകരമായി ഇസ്രയേലിൻ്റെ എത്ര പേരാണ്, ഇസ്രയേൽ തടവിലാക്കിയ തടവുകാരിൽ എത്ര പേരെയാണ് വിട്ടുകിട്ടേണ്ടത്, ഇതെല്ലാം തന്നെ തീരുമാനിക്കേണ്ട സമയമാണ് ഇനിയുള്ള മണിക്കൂറുകൾ. അതുകൊണ്ടാണ് ചർച്ചയിൽ ആദ്യ ഘട്ടത്തിൽ ഹമാസിൻ്റെ പ്രതിനിധികൾ ഈജിപ്ഷ്യൻ പ്രതിനിധികളുമായി സംസാരിക്കും, മധ്യസ്ഥരുമായി സംസാരിക്കും. ഇസ്രായേൽ പ്രതിനിധികളും ഈജിപ്തിൻ്റെ മധ്യസ്ഥരുമായി സംസാരിക്കും. അതിനുശേഷം ഇവർ കൊണ്ടുവരുന്ന പ്രപ്പോസൽസ് ഈജിപ്റ്റ് ഒന്ന് മനനം ചെയ്ത് ഖത്തറിനെയും ആലോചിച്ച് അമേരിക്കയുമായും ആലോചിച്ചതിന് ശേഷമാണ് അടുത്ത റൗണ്ടിലേക്ക് കടക്കുക. അതുകൊണ്ട് മുഖാമുഖം ഇപ്പോൾ ഹമാസിൻ്റെ പ്രതിനിധികളും ഇസ്രയേലിൻ്റെ ഒഫീഷ്യൽ ഡിപ്ലോമാറ്റിക് ടീമും മുഖാമുഖം വരുന്നു എന്ന
പ്രതീതിയാണ് ജനിക്കുന്നതെങ്കിലും അതിനുള്ള സമയം ഇപ്പോഴും ആയിട്ടില്ല. ആ രീതിയിലാണ് ചർച്ചകളുടെ ഒരു പോക്ക്. പക്ഷേ ശ്രദ്ധാകേന്ദ്രം ഇപ്പോൾ കെയ്റോ തന്നെയാണ്. അവിടെ ഓരോ ചെറിയ വീഴ്ചയും ഒരുപക്ഷെ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മെല്ലപ്പോക്ക്, വീഴ്ചകൾ, പ്രതിരോധം, ഇതെല്ലാം തന്നെ ആയുധമായി ഇസ്രായേൽ ഒരുപക്ഷെ എടുക്കാനുള്ള സാധ്യത കാണുന്നു. കാരണം ഒരു പീസ് ഡീൽ, പൂർണ്ണമായി ഇസ്രായേലിൻ്റെ പദ്ധതികൾ വിജയിക്കുന്ന രീതിയിലുള്ള ഒരു ഡീലാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അത് സാധ്യമാകണമെങ്കിൽ ഹമാസ് ഈ ഭൂമുഖത്ത് ഉണ്ടാവരുത്. ഒന്ന്, ഹമാസ് പിരിച്ചുവിടണം, അല്ലെങ്കിൽ ഹമാസ് ഡീമിലിറ്ററൈസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഹമാസിൻ്റെ ആയുധങ്ങൾ അടിയറ വയ്ക്കുന്നത് ആരുടെ മുന്നിൽ? അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എവിടെ? നമ്പേഴ്സ് എവിടെ? ആരാണത് മോണിറ്റർ ചെയ്യുക? ധാരണയാവണം. ഇപ്പോൾ നിലവിൽ ഹമാസ് ഏകധാരണ, 4-5 കാര്യങ്ങൾ ട്രംപ് ഹമാസിനോട് കൽപ്പിച്ചതിൽ ഒറ്റ കാര്യത്തിലെ ധാരണയായുള്ളൂ തത്വത്തിൽ. അതെ, അതിൽ ട്രംപ് വളരെ ഓവറായിട്ടുള്ളൊരു പ്രഡിക്ഷനാണ് സോഷ്യൽ മീഡിയയിൽ, സോഷ്യലിലൂടെ പങ്കുവച്ചത്. അപ്പോൾ പക്ഷേ ഇതിപ്പോൾ നെതന്യാഹു പറയുന്നത് കുറച്ച് ഓവറായി പോയി, അത്രത്തോളം ഒന്നും ഹമാസ് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ട്രംപിൻ്റെ ഒരു നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ വെടിനിർത്തൽ ഉൾപ്പെടെ താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഗാസയ്ക്ക് കൊടുത്തിരിക്കുന്നത് നെതന്യാഹു. അപ്പം ഇത്തരത്തിൽ ട്രംപിൻ്റെ ഒരു അമിതാവേശം ഈ ചർച്ചയെ വീണ്ടും പരാജയപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. കാരണം ഹമാസ് ഇതുവരെ നിരായുധീകരണമോ അല്ലെങ്കിൽ ഈ ബന്ദികളെ വിട്ടുകൊടുക്കും എന്നല്ലാതെ മറ്റൊരു കാര്യത്തിലും അവർ തയ്യാറാകുന്നില്ല. ആവശ്യക്കാരൻ ഔചിത്യമില്ല എന്നാണല്ലോ പഴഞ്ചൊല്ല്. ആവശ്യക്കാരൻ ഇവിടെ ഹമാസോ ഇസ്രയേലോ മാത്രമല്ല, ട്രംപും ആവശ്യക്കാരൻ തന്നെയാണ്. കാരണം 10-ാം തീയതി അടുത്ത് വരുന്നു. 7-ാം തീയതി. 7-ാം തീയതി എന്ന് പറയുന്നത് ഗസ യുദ്ധം തുടങ്ങിയതിൻ്റെ 2ാം വാർഷികമാണ്. ഒക്ടോബർ 7-ാം തീയതി 2025. അത് അടുത്ത ദിവസം. അതിനു മുൻപ് ഒരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 7-ാം തീയതിയെങ്കിലും ട്രംപിൻ്റെ ഓഫീസിൽ നിന്നൊരു പ്രഖ്യാപനം, വൈറ്റ് ഹൗസിൽ നിന്നൊരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞാൽ അത് തൻ്റെ കിരീടത്തിലെ ഒരു വലിയ പൊൻതൂവലാണ്. അത് സാധിച്ചില്ലെങ്കിൽ 10-ാം തീയതി വരെ സമയമുണ്ട്. സ്വീഡിഷ് സമാധാന കമ്മിറ്റി നോബൽ സമാധാന സമ്മാനം പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. അതിനു മുൻപെങ്കിലും തൻ്റെ പേര് ഒരു വലിയ പരിഗണനയായി വരണമെങ്കിൽ, ഒരുപക്ഷെ ഇപ്രാവശ്യം വരില്ല എന്ന് ട്രംപിന് തന്നെ അറിയാം. അടുത്ത 2026 നോബലിന് വേണ്ടി ആയിരിക്കാം അദ്ദേഹം ഇപ്പോൾ കോപ്പ് കൂട്ടുന്നത്. എങ്കിൽ പോലും ഒക്ടോബർ 10-ന് മുൻപ് ഒരു വ്യക്തമായ ധാരണ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ അത് ട്രംപിന് നേട്ടമാണ്. അതുകൊണ്ടാണ് ട്രംപ് ഈസ് പുഷിങ് വെരി ഹാർഡ്. അങ്ങനെ ട്രംപിനൊരു അക്ഷമനാണ് പൊതുവേ. അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കും. അത് നടപ്പാക്കിയെടുക്കുന്നതിന് ക്ഷമ കാണിക്കാറില്ല. നമ്മളെപ്പോഴും ട്രംപ് നിഷ്പക്ഷമായിട്ടാണ് നിൽക്കുന്നത് എന്ന് പൊതുവേ പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം അമേരിക്ക ഇസ്രായേൽ ഒരു ബന്ധമുണ്ട്. ഒരു ചെറു രാജ്യം ഇത്രത്തോളം ഒരു ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കാൻ നമുക്കറിയാം കഴിഞ്ഞ വർഷം തന്നെ ഒരു 6 രാജ്യങ്ങളുമായിട്ട് ഒരേ തവണ യുദ്ധം ചെയ്ത ഒരു ബ്രില്യൻറ്റ് മൂവ്മെൻ്റ് ആണ് ഇസ്രായേൽ എന്ന ചെറു രാജ്യം നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഒരു ഭൂവിസ്തൃതി എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു മനക്കോട്ട തന്നെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നെതന്യാഹു. അപ്പോൾ അത്തരത്തിലൊന്നും ഹമാസിനെ ഇനി ഒരു പക്ഷേ നിരായുധീകരണം എന്നുള്ള ഒരു ലെവലിലേക്ക് ഹമാസ് എത്തിയാൽ പോലും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു തയ്യാറാകും. കാരണം ഗാസ മുനമ്പ് വേണം, ഈ പറഞ്ഞതുപോലെ മുഴുവനായി പിടിച്ചെടുക്കണം. തൊട്ടയൽപക്കത്തെല്ലാം ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ആ ഒരു പദ്ധതി അത് വിജയത്തിലെത്തിക്കാനല്ലേ ശ്രമിക്കുന്നത്. നോക്കൂ, ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ വിശാല ഇസ്രായേൽ എന്ന സങ്കല്പത്തെക്കുറിച്ചൊരു ധാരണയുണ്ടാവണം. ഇവിടെ ഒരു പ്രോമിസ്ഡ് ലാൻഡ് എന്നാണല്ലോ ജൂതൻ പറയുക. അബ്രഹാമിന്, അവരാദ്യ പിതാവെന്ന് കരുതുന്ന അബ്രഹാമിന്, അത് അറബികളുടെയും ജൂതൻ്റെയും ഒക്കെ ആദ്യപിതാവ് എന്ന് കരുതുന്ന ആ ഒരു അബ്രഹാമിക് ഒരു വാഗ്ദാനമാണ്. ദൈവം അബ്രഹാമിന് നൽകിയ ഒരു വാഗ്ദാനം. അതനുസരിച്ച് ഈ വാഗ്ദത്ത ഭൂമിയുടെ അതിർവരമ്പുകൾ എവിടെ വരെ എന്ന് ആരാണ് നിശ്ചയിക്കുക? അങ്ങ് പടിഞ്ഞാറ്, അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കടന്ന് ഈജിപ്തിൻ്റെ ഭാഗമായ നൈൽ നദിയുടെ കിഴക്കൻ തീരം മുതൽ യൂഫ്രട്ടീസ് നദിയുടെ പടിഞ്ഞാറ്, അത് ഇറാഖിലാണ്, യൂഫ്രട്ടീസ് നദിയുടെ പടിഞ്ഞാറൻ തീരം വരെ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഒരു ഭൂമി. ഇതാണ് യഹൂദൻ്റെ ആത്യന്തികമായ ഒരു സ്വപ്നം. അത് കേവലം സ്വപ്നം മാത്രമാണ്. ചരിത്രപരമായി അങ്ങനെ ഒരു ഭൂമി ഒരിക്കലും അണ്ടർ വൺ പൊളിറ്റിക്കൽ കിങ്ഡം ഓർ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട്, അതിന് അത്രയും വിസ്തൃതി ഉണ്ടായിട്ടില്ല. പക്ഷേ വിശാല ഇസ്രായേൽ എന്ന സയനിസ്റ്റ് പൊളിറ്റിക്കൽ മൂവിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം അത് തന്നെയാണ്. അത് അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാവാം. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ
ഈജിപ്തിൻ്റെ കുറേ ഭൂമി, നെജേബ് ഡെസേർട്ടിന് പുറത്തുള്ള സൈനായ് മരുഭൂമി പൂർണ്ണമായും കൈവശപ്പെടുത്തണം. ഈജിപ്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കൈവശപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഈജിപ്തിൻ്റെ കസ്റ്റഡിയിലായിരുന്നു ഗസ പ്രദേശം. മുൻപ് ഗസ ഒരു വ്യത്യസ്തമായ പ്രദേശം തന്നെയായിരുന്നു. ഒരു ഗസ എന്ന് പറയുന്നത് ബൈബിളിലൊക്കെ പറയുന്ന ഫിലിസ്തീയരുടെ നാടാണ്, ഗോലിയാത്തിൻ്റെ നാടാണ്, ഫിലിസ്റ്റൈൻസ്. അപ്പോൾ ഫിലിസ്തീയരും ഇസ്രായേൽ മക്കളും തമ്മിൽ എക്കാലത്തും പോരാട്ടത്തിലായിരുന്നു എന്നതും ചരിത്രപരമായൊരു വസ്തുതയാണ്, അല്ലെങ്കിൽ ബിബ്ലിക്കൽ ചരിത്രം അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഭൂമിയുടെ മേൽ എപ്പോഴും ഇസ്രായേൽ ഒരു കണ്ണുണ്ടായിരുന്നതാണ്. ആ ഗസ കൈവശപ്പെടുത്തിയേ പറ്റൂ. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം ഇപ്പോൾ പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലാണ്, മുഹമ്മദ് അബ്ബാസ് നയിക്കുന്ന പ്രദേശമാണ്. ആ ഒരു പ്രദേശത്താണ് ഇസ്രായേലിൻ്റെ ചോയ്സസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ കണ്ണുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരികമായ പല സ്ഥലങ്ങളും അവിടെയാണ്. അതിന് തെക്കേ അറ്റത്താണ് ജെറുസലേം നഗരം, തെക്ക് കിഴക്കൻ അറ്റത്താണ് ജെറുസലേം നഗരം. അത് ഏറ്റവും പ്രിയപ്പെട്ടതാണ് യഹൂദനും അറബിക്കും ഒക്കെ വളരെ പ്രിയപ്പെട്ട നഗരമാണ് ജെറുസലേം എന്ന് കൂടി ഓർക്കണം. അതുകൊണ്ട് ഈ യേശു ക്രിസ്തു ജനിച്ച ബെത്ലഹേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വെസ്റ്റ് ബാങ്കിലാണ്. അപ്പോൾ ആ വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിൻ്റെ വിശാല പദ്ധതിയിലുണ്ട്. അതുപോലെ സിറിയയുടെ പ്രദേശം, സിറിയയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശം, ഗോലാൻ കുന്നുകൾ, അത് ഇസ്രായേലിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ യഥാർത്ഥ ഡിഫാക്ടോ നിയന്ത്രണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ തന്നെയാണ്. ഗോലാൻ കുന്നുകളുടെ 1/3 മാത്രമാണ് ഇസ്രായേൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗോലാൻ കുന്നുകൾ ഏതാണ്ട് പൂർണ്ണമായി കൈവശപ്പെടുത്തി. അത് കഴിഞ്ഞൊരു ബഫർ ഏരിയയും കഴിഞ്ഞിട്ടാണ് പിന്നെ ഡമാസ്കസ് നഗരമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വിശാല ഇസ്രായേലിൽ ആ സിറിയയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇറാഖിൻ്റെ ചില പ്രദേശങ്ങൾ, പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഉണ്ട്. സൗദി അറേബ്യയുടെ വടക്കൻ പ്രദേശങ്ങളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ജോർദാൻ, അതാണല്ലോ ബൈബിളിൽ പറയുന്ന അമ്മോന്യർ, മോവാബ്യർ, അതൊക്കെ ജോർദാനുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. ഇതെല്ലാം തന്നെ വിശാല ഇസ്രായേലിൻ്റെ ഭാഗങ്ങളായി കരുതുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പോരാട്ടം വിശാല ഇസ്രായേൽ എന്ന ഒരു ആത്യന്തിക ലക്ഷ്യത്തെ തമസ്കരിക്കുന്ന ഒന്നാവരുത് എന്ന് തീവ്ര റാഡിക്കൽ സയനിസ്റ്റ് ഗ്രൂപ്പുകൾ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ആ ഒരു കാരണത്താലാണ്. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് പോരാട്ടം അല്ലെങ്കിൽ ചർച്ചകൾ, ഡിപ്ലോമസി ഗാസയിലേക്ക് മാത്രം ഒതുങ്ങുക, അതും താൽക്കാലിക ഒരു വെടിനിർത്തൽ, താൽക്കാലിക ട്രൂസ്. ഇത് മാത്രമാണ് ഇസ്രായേലിൻ്റെ പദ്ധതികൾ. അത് എങ്ങനെയാണ് ആ പദ്ധതികൾ മാറ്റി ഗാസയുടെ വിഷയത്തെ ഒരു പലസ്തീൻ കോസ്റ്റായി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതായിരിക്കും ഹമാസിൻ്റെയും ചില അറബ് രാജ്യങ്ങളുടെയെങ്കിലും ഒരു ചിന്ത അങ്ങനെയായിരിക്കാം. പക്ഷെ ശരിക്കും ഒരു ഇൻസൈഡിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുവാണെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിന് ആവശ്യകതയുണ്ട്. ആ ഭൂപ്രദേശങ്ങളെല്ലാം ആവശ്യത്തിലാണ്. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കൽ എന്നുള്ള രീതിയിലേക്കല്ലേ ഇത് പരിണമിക്കുന്നത്. ഹമാസ് അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിനെ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇനി ഒരു ഭരണാധികാരി, ഇപ്പോൾ നെതന്യാഹു ഇത്രയുമാണെങ്കിൽ ഇതിലും ശക്തമായിട്ടുള്ളൊരു ഭരണാധികാരി വന്നുകൂടാ എന്നുള്ളതും ഇല്ലല്ലോ. ഒരു ജനതയ്ക്ക് അവർ അർഹിക്കുന്ന ഒരു ഭരണാധികാരിയെ ഉണ്ടാകൂ. എന്താണ് ഇസ്രായേലിൻ്റെ DNA? ഒരു ശരാശരി ഇസ്രായേലി DNA, അതിന് പൊളിറ്റിക്കൽ DNA ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് അനുരൂപമായ ഒരു നേതൃത്വമാണ് അവിടെ ഉണ്ടാവുക. കാരണം ഇസ്രായേൽ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. എത്രയെല്ലാം പറഞ്ഞാലും ഏകാധിപത്യ പ്രവണതകൾ കാട്ടുമ്പോഴും ഇസ്രായേൽ ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. ഇസ്രായേലിൻ്റെ ഭരണ നേതൃത്വത്തെ തിരുത്താൻ കഴിയുന്നത് ഇസ്രായേലിലെ ജനങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസിൽ വിവിധ ഗ്രൂപ്പുകൾ, റാഡിക്കൽ സയനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, തീവ്ര റാഡിക്കൽ സയനിസ്റ്റ് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് തീരുമാനങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത്. ചിലപ്പോൾ മിതവാദികൾക്കായിരിക്കണം മേൽക്കൈ, അങ്ങനെയെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാം. അവിടെ സോഷ്യലിസ്റ്റുകളുണ്ട്, ആർച്ച് ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയുള്ളവരുണ്ട്, വിവിധ ഗ്രൂപ്പുകളാണ്. അതായത് ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ, ഇസ്രായേലിൻ്റെ ലിക്വിഡ് പാർട്ടിക്കുള്ളിലും മറ്റ് പാർട്ടികൾക്കുള്ളിലും തന്നെ വിവിധങ്ങളായ ചിന്താധാരകൾ ഉണ്ട്. അങ്ങനെ ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് വിശാല അർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ദേശീയ താല്പര്യം ഡിഫൈൻ ചെയ്യുന്നത് ഒരേപോലെ അല്ല എന്നോർക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ ദേശീയ താല്പര്യം ഡിഫൈൻ ചെയ്യുന്നത് ഒരു വിശാല ഇസ്രായേൽ വിത്ത് ലിവിങ് ഇൻ പീസ് വിത്ത് നെയ്ബറിങ് കൺട്രീസ്. പക്ഷേ പലസ്തീൻ എന്ന പ്രദേശത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല, സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറല്ല. പലസ്തീനും ഇസ്രായേലും കൂടി സഹവസിക്കാൻ ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു മാനസികമായി തയ്യാറെടുത്തിട്ടില്ല. അവിടെയാണ് പ്രധാനമായ വിഷയം വരുന്നത്. പക്ഷേ അറബ് ഈ ഡീൽ അനുസരിച്ച് they have to coexist. ഒരു ലിമിറ്റഡ് പരമാധികാരമെങ്കിലും, പൂർണ്ണ പരമാധികാരമല്ല, ഒരു ലിമിറ്റഡ് സെൽഫ് ഗവർണൻസ് എങ്കിലും ഗാസയ്ക്ക് ഉണ്ടാകണം. തൽക്കാലം അത് പലസ്തീനിയൻസിനായിരിക്കില്ല, മറിച്ച് ഒരു ടെക്നിക്കൽ സമിതി. പലസ്തീൻ രാഷ്ട്രമായി മാറുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. കാരണം ഒരു രാഷ്ട്രം എന്നുള്ള രീതിയിൽ ഒരു പ്രതിരോധിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് ഹമാസ് പോലുള്ള തീവ്രവാദികൾ ഉണ്ടാകാതിരിക്കാനും ഒരു രാഷ്ട്രമായി അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ പോകുന്നതല്ലേ എപ്പോഴും നല്ലത്. ഇനി മറ്റൊരു ആളുടെ അധികാരത്തിൽ അല്ലെങ്കിൽ
ബലഹീനതയിൽ വരുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള മുളകൾ മുളച്ചു പൊന്താൻ സാധ്യതയുണ്ട്. ഹമാസ് തന്നെ മുളച്ചു പൊന്തിയ ഒന്നാണ് ഹൂതികൾ പോലെയൊക്കെ, അൽ ഖ്വയ്ദ പോലുള്ള. ഹമാസ് ഇനി വേറൊരു സംഘടനയായി നമുക്കറിയാം. ചില സംഘടനകൾ ആ ഗ്രൂപ്പ് തീർന്നു, അവശേഷിച്ചു, ഞങ്ങൾ യുദ്ധം തീർത്തു, ഞങ്ങളുടെ എല്ലാം സമസ്ത അപരാധവും പറഞ്ഞു കൈകൂപ്പുന്നു എന്ന് പറഞ്ഞാലും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും മറ്റൊരു പേരിൽ, ഹമാസ് എന്ന് പറയുന്ന മറ്റൊരു പേരിൽ വരാൻ സാധ്യതയില്ലേ? നമ്മളെങ്ങനെയാണ് ഹമാസിനെ കാണുന്നത് എന്നതാണ് വിഷയം. ഹമാസിനെ ഒരു തീവ്രവാദ സായുധ ഗ്രൂപ്പായി മാത്രം കാണുകയാണോ, അതോ ഒരു പ്രത്യേക ആവശ്യത്തിൻ്റെ ഒരു നീഡിൻ്റെ ആവിഷ്കാരമായി, ഒരു നീഡ് ബേസ്ഡ് ഒരു കോൺസെപ്റ്റാണ് ഇതൊരു ആശയമായി കണ്ടാൽ ആ ആശയത്തിൻ്റെ സായുധമായ ആവിഷ്കാരം, ബലപ്രയോഗത്തിൻ്റെ ആവിഷ്കാരം അങ്ങനെ കാണുകയാണോ? അപ്പം ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ്, അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൂപ്പായിട്ട് മാത്രം കാണുകയാണെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാം. പക്ഷേ ഹമാസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ആശയമാണ്. ആ ആശയം ഒരിക്കലും പലർക്കും ഉൾക്കൊള്ളാനാവുന്ന ഒരു ആശയമല്ല. ആ ആശയം സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന ആശയം തന്നെയാണ്. പക്ഷേ ഹമാസ് മാത്രമല്ല പലസ്തീൻ്റെ ഏക പ്രതിനിധികൾ എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അല്ല, ഹമാസിന്റെ ആശയത്തിന്റെ ഭാഗമായിട്ടാണ് 2 വർഷം മുമ്പുള്ള ഒക്ടോബർ 7 അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചതിന്റെ ഫലമാണ് ഇപ്പോഴും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർ അനുഭവിക്കുന്നത്. പക്ഷേ ഹമാസിനെ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണ്, ഇത്തരത്തിലാണ് ആക്രമിച്ചത് എന്നൊക്കെ ഉള്ള ഒരു നിഗൂഢമായിട്ടുള്ള തെളിവുകളായിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്, അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. ഈ പാല് കൊടുത്ത കരങ്ങൾക്ക് തന്നെ കടിച്ചു എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ. നോക്കൂ, ഇന്ദിരാഗാന്ധി ഭിദ്രൻവാലയെ ഒതുക്കുന്നതിൻ്റെ ഭാഗം, സന്ത് ജർണയിൽ സിൻ ഭിദ്രൻവാല, നമുക്കറിയാവുന്നത് ഇന്ദിരാഗാന്ധി സുവർണക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ഉത്തരവിട്ടു. ഭടന്മാർ അത് നടത്തിയെടുത്തു. അതിനുള്ള പ്രതികാരം എന്ന നിലയിൽ ബിയാൻ സിംഗും സത്വന്ത് സിംഗും ചേർന്ന് ഈ ഖലിസ്ഥാൻ ഭീകരർ അവർ ഇന്ദിരാഗാന്ധിയെ വധിച്ചു. പക്ഷെ അതിന് മുൻപിലൊരു ചരിത്രമുണ്ട്. ഇവർക്ക് വളരാൻ തക്ക എല്ലാ വളക്കൂറുള്ള മണ്ണും ഒരുക്കി കൊടുത്തത് ഇന്ദിരാഗാന്ധിയാണ് എന്നോർക്കണം. അതൊരു ഉദാഹരണം. 2, രാജീവ് ഗാന്ധിയും ഭീകരരാൽ വധിക്കപ്പെട്ടു, LTTE. അപ്പോൾ ശിവരജനും ധനുവും എല്ലാം ചേർന്ന് വധിച്ചതാണ്. അപ്പം LTTE വളർത്തുന്നതിന്, വെലുപ്പിള്ള പ്രഭാകരനെ വളർത്തുന്നതിന് വലിയ രീതിയിലുള്ള സഹായമാണ് രാജീവ് ഗാന്ധി അന്ന് നൽകിയത്, ഓർക്കണം. എന്നിട്ട് പിന്നീട് സമാധാനത്തിന് വേണ്ടി അവിടെ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അയച്ചുകൊണ്ട് സമാധാന പ്രക്രിയയിൽ ഒരു വലിയ നിർണായക സ്വാധീനമാകാൻ ശ്രമിക്കുകയും അതിലുള്ള ഒരു വിയോജിപ്പ് കൊണ്ട് തമിഴ് ഭീകരർ രാജീവ് ഗാന്ധിക്കെതിരെ തിരികുകയും ചെയ്തു. അപ്പോഴും പാല് കൊടുത്ത കരങ്ങൾക്ക് കടിക്കുന്ന രണ്ടാമത്തെ ഉദാഹരണം. 3 ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ബിൻ ലാഡൻ്റെയാണ്. ഒസാമ ബിൻ ലാഡൻ അമേരിക്കയിൽ തന്നെ ട്രെയിൻഡായ ഒരു യമനി പേരുകളുള്ള സൗദി പൗരൻ എന്ന നിലയിൽ അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് ഇൻ്റർവെൻഷൻ അതിനെതിരെ പടപൊരുതാനായി ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ആളായി അമേരിക്ക ട്രെയിൻ ചെയ്ത് ആയുധമണിയിച്ച് വിട്ടതാണ്. റഷ്യക്കാർ പിന്മാറി, അഫ്ഗാനിസ്ഥാനിൽ നിന്നും റഷ്യക്കാർ പിന്മാറി. ശീതയുദ്ധം അവസാനിച്ച സമയത്ത് പിന്മാറി. അവർ പിന്മാറിയപ്പോൾ ഒസാമ ബിൻ ലാഡന് പണിയില്ലാതായി. ഹി ട്രെയിൻഡ് ഹിസ് ഗൺസ് അഗൻസ്റ്റ് ദ US ഫോഴ്സസ് ഇൻ അഫ്ഗാനിസ്ഥാൻ. ഇങ്ങനെയാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയാണല്ലോ ആത്യന്തികമായി അൽ ഖയ്ദ സൃഷ്ടിക്കുന്നതും അമേരിക്കയ്ക്കെതിരെ തിരിയുന്നതും അങ്ങനെ 9/11 2001 സംഭവിക്കുന്നതും എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് ഭീകരതരെ ആരെല്ലാം നട്ടു നനച്ച് വളർത്തിയാലും ആ ഭീകരർ ആര് ചെയ്യുന്നോ അവർക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് ഈ എപ്പിസോഡിലും. PLOയെ തകർക്കാനായി യാസർ അറാഫത്തിൻ്റെ നേതൃത്വത്തിൽ പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ വൻ സ്വീകാര്യത നേടി വരുന്ന സമയത്ത് PLO പലസ്തീനിയൻ ജനതയിൽ 2 ഗ്രൂപ്പുകൾ ഉണ്ടാകണം, PLOയ്ക്ക് എതിരെ നിൽക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാകണം. അങ്ങനെയുള്ള ഈ ബെഞ്ചമിൻ നെതന്യാഹു പണ്ട് ഈ സൈന്യത്തിൻ്റെയും സീക്രട്ട് സർവീസിൻ്റെയൊക്കെ ചുമതല ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് തന്നെ കുശാഗ്ര ബുദ്ധിയിൽ സൃഷ്ടിക്കപ്പെട്ട ഗ്രൂപ്പാണ് ഹമാസ് എന്ന് ഓർക്കണം. 1987 മറ്റുമാണ്. അത് ഇന്ന് വളർന്ന് പന്തലിച്ച് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന് ഭീഷണിയായി മാറുന്ന, സുരക്ഷാ ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് വൺ ഫുൾ സർക്കിൾ ഹസ് ടേൺഡ്. അതാണ് ഇത്. ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. ഇപ്പോഴിതാ സൂചി കൊണ്ട് എടുക്കേണ്ടതിന് തുമ്പ കൊണ്ട് അല്ല JCB കൊണ്ട് എടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും ഗാസ എന്നും ഒരു നൊമ്പരം മാത്രമാണ്, നമുക്കിപ്പോഴും ഒരു നൊമ്പരം മാത്രമാണ്. അവിടെ വീണ്ടും ഈ പറഞ്ഞതുപോലെ ചെടികളും മരങ്ങളും ഒക്കെ വീണ്ടും പുഷ്പിക്കട്ടെ, കായ്ക്കട്ടെ.
ഏതായാലും ഹമാസിൻ്റെ നിരായുധീകരണത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സംശയത്തിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും മുട്ടുമടക്കും എന്ന് തന്നെ നമുക്കും ആശിക്കാം. കാരണം വേറെ നിവൃത്തിയില്ല. ചുറ്റും പടക്കോപ്പുകൾ അണിനിരന്നു കഴിഞ്ഞു. തവിട് പൊടിയാക്കും നെതന്യാഹു എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാം. ഒപ്പം അമേരിക്കയും ഉണ്ടായിരിക്കും. പിടിച്ചു നിൽക്കാനാവതില്ല. തീർച്ചയായിട്ടും മുട്ടുമടക്കട്ടെ, ഗാസ വീണ്ടും പുനഃസൃഷ്ടിക്കട്ടെ. നന്ദി സാർ.